പൂജകളും താന്ത്രിക ക്രിയകളുമാണ് ക്ഷേത്രത്തിലെ ചൈതന്യത്തെ വർദ്ധിപ്പിച്ച് സമൂഹത്തിലേക്ക് പ്രസരിപ്പിക്കുന്നത്. ആചാര്യന്റെ തപസ്, വേദജപം, ഉത്സവം, അന്നദാനം, പതിവ് അടിയന്തരങ്ങൾ എന്നിങ്ങനെ 5 കാര്യങ്ങൾ ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് വിധിക്കപ്പെട്ടിട്ടുണ്ട്. ഏതൊരു മനുഷ്യ ശരീരത്തിനും സംഭവിക്കുന്നത് പോലെ ക്ഷേത്ര ചൈതന്യത്തിനും ലോപം സംഭവിച്ചേക്കാം. ഇങ്ങനെ സംഭവിക്കുന്നത് ഒരുപക്ഷെ പൂജാരിയുടെ അശ്രദ്ധ കൊണ്ടോ ഭക്തജനങ്ങളുടെ അശ്രദ്ധ കൊണ്ടോ ആവാം. ഇത്തരം സാഹചര്യങ്ങളിലാണ് കലശപൂജയ്ക്ക് പ്രസക്തിയേറുന്നത്. കലശം പൂജിക്കുന്നതിലൂടെ ദേവചൈതന്യം വർദ്ധിക്കുന്നതിനും ഇതുവഴി ഭക്തജനങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. തന്ത്രശാസ്ത്ര വിധിയനുസരിച്ച് ഓരോ ക്ഷേത്രത്തിലും ഓരോ വ്യാഴവട്ടം കൂടുമ്പോഴും നവീകരണ കലശം നടത്തേണ്ടതായുണ്ട്. ഇതുകൂടാതെ ക്ഷേത്രത്തിൽ ഗുരുതരമായ വിഷയം വന്നാലും കലശം നടത്തേണ്ടതായുണ്ട്. ഭാരിച്ച പണച്ചിലവും ഏറെ നാളത്തെ അശ്രാന്ത പരിശ്രമവും പ്രാർത്ഥനയും വേണ്ടിവരുന്ന ഒരു വിശിഷ്ട താന്ത്രിക ക്രിയയാണ് കലശം. ഒരു കണ്ണാടി, ആ കണ്ണാടി ജനങ്ങൾ അല്ലെങ്കിൽ ഒരു വ്യക്തി കാണുമ്പോൾ ആ കാഴ്ച എന്നുള്ളൊരു ഉപയോഗമാണല്ലോ അവിടെ ഉണ്ടാവുക. ആ കണ്ണാടിക്ക് മങ്ങൽ വന്നാൽ ആ ഉപയോഗം നടക്കാതെ വരും. അതുതന്നെയാണ് ഇവിടെ ആ ദേവൻ്റെ അനുഗ്രഹകല ജനപദങ്ങൾക്ക് എത്താതെ വരുന്ന വിഷയം. അല്ലെങ്കിൽ ആ അനുഗ്രഹകല കലകളവിടെ ഉണ്ടാവും, ദേവൻ്റെ ചൈതന്യം അവിടെ ഉണ്ടാവും. ആ ചൈതന്യം ജനപദങ്ങൾക്ക് അല്ലെങ്കിൽ ആശ്രയിച്ചിരിക്കുന്ന ജനങ്ങൾക്ക്, ആ ദേവനെ ആശ്രയിച്ച് കഴിയുന്നവർക്ക് എത്തുന്നില്ല. അങ്ങനെ ഒരവസ്ഥ വരുമ്പോഴാണ് കലശം എന്നുള്ള വിഷയം ചിന്തിക്കുന്നത്. അപ്പോൾ കലശങ്ങൾ തന്നെ 2-3 തരത്തിലുണ്ട്. ദ്രവ്യകലശം എന്നുള്ളതാകുമ്പോൾ ആ ദോഷത്തിൻ്റെ വളരെ കാഠിന്യം കുറഞ്ഞൊരവസ്ഥയും ആ ഉള്ള ചൈതന്യത്തിനെ പുഷ്ടിപ്പെടുത്തുക എന്നുള്ളൊരു കർമ്മേ ആ ദ്രവ്യകലശം കൊണ്ട് വരുന്നുള്ളൂ. കുറച്ചും കൂടി ആയാൽ നവീകരണം എന്ന് വരും. അപ്പോൾ അതിന് കുറച്ചുകൂടി അതിൻ്റെ ദോഷാധിക്യമുണ്ട് എന്ന് കാണേണ്ടി വരും. പിന്നെ ഒന്നുള്ളത് ബിംബം മാറിയിട്ടുള്ളതാണ്. ആ ചൈതന്യത്തിന് ആ ബിംബത്തിൽ അല്ലെങ്കിൽ ആ ഉപാധിയിൽ ഇരിക്കാൻ സാധിക്കാത്തൊരവസ്ഥ. ഇപ്പോൾ ഉടഞ്ഞ ചില്ല്, ആ കണ്ണാടിയാണെങ്കിൽ ആ ഉടഞ്ഞ ചില്ലാണ് എന്ന് വെച്ചാൽ പുതിയ ചില്ല് ഉണ്ടാക്കുക തന്നെ വേണം.